الله الرحمن الرحيم. الحمد لله الكريم المعبود، وأشهد أن لا إله إلا الله الرحيم المحمود، وأشهد أن محمدا عبده ورسوله أشرف مولود. صلى الله على سيدنا محمد وعلى آله ما صبح ملك في سجود. أيها الناس اتقوا الله حق تقاته وبادروا إلى أداء مفترضاته، واعلموا أن الله سبحانه وتعالى أمركم بأمر بدأ فيه بنفسه وثنى بملائكته المسبحة بقدسه وأيها بالمؤمنين من بريته. إن الله ملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتقوا الله ويعلمكم الله والله بكل شيء عليم. صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖികളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, അഥവാ ഉപദേശിക്കുകയാണ്. തഖ്വ നിർഭരമായ ജീവിതം നയിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു പുതിയ അധ്യയന വർഷത്തിൻ്റെ ആരംഭത്തിൽ രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ടുന്ന ഇസ്ലാമികമായ ഒട്ടനവധി കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇന്നത്തെ ഖുതുബയിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത്. ഇൽമ്, നോളജ്, അറിവ് എന്ന് പറയുന്നത് ഇസ്ലാമിൽ മുൻഗണനാക്രമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. 33 കോടി ദൈവങ്ങളെ ആരാധിക്കുകയും അതിൽ 360 വിഗ്രഹങ്ങളെ കഅബയിൽ തന്നെ നാട്ടി നിർത്തി പൂജിക്കുകയും ചെയ്യുന്ന മക്കയിൽ ആദ്യമായി ഇറങ്ങിയ ആയത്ത് വായിക്കാനും പഠിക്കാനും വേണ്ടിയിട്ടാണ്. വായിക്കുക, പഠിക്കുക സൃഷ്ടിച്ച നാഥൻ്റെ നാമത്തിൽ എന്നാണ് ആ ഇരുണ്ട കാലഘട്ടത്തിൽ ഇറങ്ങിയ ഒന്നാമത്തെ ആയത്ത്. ആദ്യം ഇറങ്ങിയ 5 ആയത്തിൽ 5 തവണയാണ് പഠിക്കാനും വായിക്കാനും അറിവ് നേടാനും വേണ്ടി കൽപ്പിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ ശേഷമാണ് ആരാധനകൾ, വിശ്വാസപരമായ കാര്യങ്ങൾ ഒക്കെ പഠിപ്പിക്കപ്പെട്ടുള്ളത്. അതുകൊണ്ട് അറിവെന്ന് പറയുന്നത്, അറിവ് നേടുക എന്ന് പറയുന്നത്, പഠിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക. വയുഅല്ലിമുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ പഠിപ്പിച്ചിരിക്കുകയാണ്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, എല്ലാ കാര്യങ്ങളും അറിയുന്ന സർവജ്ഞനാണ് അള്ളാഹു. സർവജ്ഞനായ അള്ളാഹുവാണ് നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നത്. ആ ഡിവൈൻ നോളജ്, ദൈവികമായ അറിവ്, അതിൻ്റെ വെളിച്ചത്തിലായിരിക്കണം നിങ്ങൾ ജീവിക്കേണ്ടത്. വിദ്യാർത്ഥികൾ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ സ്കൂളിലേക്ക് മടങ്ങിപ്പോകുന്ന കാഴ്ച, ബസ്സിൽ ബാഗുമായി പോകുന്ന കാഴ്ച ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം നയനാനന്ദകരും ഹൃദയത്തിൽ സന്തോഷമുണ്ടാക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മുടെ കുട്ടികൾ ബസ്സിൽ കയറി സ്കൂളിലേക്ക് പോകുന്നത് സ്വർഗത്തിൻ്റെ വഴിയിലാണ് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നത്. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹിൽ ഇൽമ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. വിജ്ഞാനം സമ്പാദിക്കാൻ വേണ്ടി ഒരു വഴിയിൽ ഒരാൾ യാത്ര ആരംഭിച്ചാൽ അവൻ സ്വർഗത്തിലേക്കുള്ള വഴിയിലാണ് എന്നാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് പോകുന്നത് സ്വർഗം നേടാനാണ്. സ്കൂളിലേക്ക് കുട്ടികളെ അയക്കുന്നതോടുകൂടി രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വം തീർന്നു എന്ന് കരുതാൻ പാടില്ല. ഈ സ്കൂളിലേക്ക് അവരെ പറഞ്ഞയക്കുന്നത്, മദ്രസയിലേക്ക് അവരെ ഒരുക്കി അയക്കുന്നത്, അവരെ സ്വർഗത്തിൽ എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്വ നിർവഹണത്തിലെ ചെറിയ ഒരു അറ്റംപ്റ്റ് മാത്രമാണ്. അല്ല, സ്കൂളിൽ പറഞ്ഞയച്ചതോടുകൂടി, മദ്രസയിൽ പറഞ്ഞയച്ചതോടുകൂടി എൻ്റെ ഉത്തരവാദിത്വം തീർന്നു എന്ന് രക്ഷിതാക്കൾ കരുതാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ.
വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണം. അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. നമ്മുടെ മക്കളെ നമ്മൾ ഭക്ഷണം കൊടുത്തവരെ ശരീരം വളർത്തിയാൽ മാത്രം പോരാ, ആ ശരീരം നരകത്തിൽ നിന്ന് നശിപ്പിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ കൂടി ഉണ്ടാക്കണം. എന്തിനാണ് നമ്മൾ മക്കളെ എങ്ങനെ പൊറ്റി വളർത്തുന്നത്? നരകത്തിൽ കൊണ്ടുപോയി കത്തിച്ചേരിക്കാനോ? ഖു അൻഫുസക്കും വഅഹ്ലീകും നാറ. നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയുള്ള പണിയെടുക്കണം. അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖു അൻഫുസക്കും എന്ന് പറഞ്ഞാൽ അല്ലിമൂഹും വഅദ്ദിബൂഹും. നിങ്ങളെ മക്കളെ സ്വർഗത്തിലേക്ക് എത്തിക്കുക, അവരെ നരകത്തിന് രക്ഷപ്പെടുത്തുക എന്ന ഖുർആന്റെ കൽപ്പനയുടെ അർത്ഥം അവർക്ക് ഇൽമു നൽകുക, അദബ് നൽകുക എന്നാണ്. ഇൽമും നൽകണം, അദബും നൽകണം. ഇൽമു വേറെ, അദബ് വേറെ. ഇൽമു ഉണ്ടായത് കൊണ്ട് അദബ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അദബ് ഉണ്ടാവണമെങ്കിൽ ഒരുപാട് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉണ്ടാവണമെന്നില്ല. അദബാണ് പ്രധാനം. അദബുണ്ടാവുന്ന മക്കൾ വേണം. അറിവുണ്ടായ പോരാ, കുറേ ഡാറ്റകളുടെ കലക്ഷൻ കുട്ടിയുടെ തലച്ചോറിലുണ്ടായാൽ പോരാ, കുറേ ഇൻഫർമേഷൻ്റെ ഭാരങ്ങൾ അവൻ ചുമന്നു കിടന്നാൽ പോരാ. അവനൊരു മനുഷ്യനാവണം, അവർ നല്ലൊരു പൗരനാവണം, നല്ലൊരു വിശ്വാസിയാവണം, മനുഷ്യർക്ക് ഉപകാരമുള്ളവനായി തീരണം. അങ്ങനെ ഉണ്ടായിത്തീരണമെങ്കിൽ അവൻ അദബ് പഠിപ്പിക്കണം. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വയ്യാതായ സന്ദർഭത്തിൽ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി പോവാൻ വളരെ പ്രയാസം തോന്നിയപ്പോൾ പ്രവാചകൻ ആളെ പറഞ്ഞയച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ഇമാം നിന്ന് ജമാഅത്ത് നമസ്കാരം നടത്താൻ ആവശ്യപ്പെടും. വിവരം ലഭിച്ചതിന് അടിസ്ഥാനത്തിൽ വളരെ വേദനയോടുകൂടി പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന മെഹ്റാബിൽ പ്രവാചകൻ്റെ അസാന്നിധ്യത്തിൽ പ്രവാചകൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് വിശ്വാസികൾക്ക് നമസ്കാര നേതൃത്വം നൽകേണ്ടി വന്ന വേദനയോടുകൂടി അബൂബക്കർ റളിയല്ലാഹു അൻഹു നിസ്കാരം ആരംഭിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രവാചകൻ തിരുമേനിക്ക് ആശ്വാസം തോന്നി. അദ്ദേഹം 2 സഹാബികളുടെ തോളിൽ കൈവച്ചുകൊണ്ട് പള്ളിയിലേക്ക് പ്രയാസപ്പെട്ട് കടന്നു വന്നു. മെഹ്റാബിൻ്റെ മുമ്പിലൂടെയാണ് പ്രവാചകൻ വരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് കണ്ടു. അത് കണ്ട സന്ദർഭത്തിൽ അദ്ദേഹം പുറകിലെ സുഫിലേക്കാണ് മാറി. പ്രവാചകൻ പറഞ്ഞു, തുടർന്നോളാൻ, ഇമാമത്ത് തുടർന്നോളാൻ, ഞാൻ നമസ്കാരത്തിൽ സുഫിൽ മൗമായി നമസ്കരിച്ചോളാം. അദ്ദേഹം സമ്മതിച്ചില്ല. അദ്ദേഹം പിന്മാറി. ഇതാണ് അദബ്. ഇതാണ് അദബ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇമാം നമസ്കരിക്കാൻ വേണ്ടി അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രവാചകൻ തിരുമേനി കടന്നു വരുമ്പോൾ മാറി നിൽക്കാതെ ആ നിസ്കാരത്തിൽ മെഹ്റാബിൽ തുടരുന്നത് ഇൽമാണ്. തുടരാവുന്നതാണ്, അനുവദനീയമാണ്, ഹലാലാണ്, ആരും കുറ്റം പറയില്ല. പക്ഷേ അത് ചെയ്യാതിരിക്കലാണ് അത്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിൽ നിർത്തിയിട്ട് അബൂബക്കർ എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നിൽ നിന്ന് നിസ്കരിക്കുക, എന്നെക്കൊണ്ട് കഴിയില്ല, അത് ഞാൻ പഠിച്ച അദബിന് പ്രവാചകൻ എന്നെ പഠിപ്പിച്ച മര്യാദക്കെതിരാ മാറിയെന്നു. അപ്പോൾ ഇൽമും അദബും നമ്മളെ മക്കളെ നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മോട് കൽപ്പിച്ചത്, അള്ളാഹു നമ്മോട് നിരോധിച്ചത്, ഹലാലുകൾ ഹറാമുകൾ നമ്മൾ മക്കളെ പഠിപ്പിക്കണം. ഹലാൽ എന്താണ്, ഹറാം എന്താണെന്ന് തിരിയാത്തൊരു തലമുറയാണ് വളർന്നു വരുന്നത്. അവർക്ക് അറിഞ്ഞൂടാ എന്താണ് അള്ളാഹ് അനുവദിച്ച കാര്യങ്ങൾ. അവർക്കെല്ലാം ഹലാലാ, എന്തും ഹലാലാ. ഈ അവസ്ഥയിൽ ഫഹക്കുൻ അലൽ മുസ്ലിമി അയുഅല്ലിമ അഹ്ലഹു മാ ഫറളല്ലാഹു അലൈഹി വമാ നഹാഹു അൻഹു. അള്ളാഹു ഹലാലാക്കിയ കാര്യങ്ങൾ എന്താണ്, അള്ളാഹു ഹറാമാക്കിയ കാര്യം എന്താണെന്ന് സ്വന്തം മക്കളെ ഓരോരുത്തരും പഠിപ്പിക്കലവരുടെ ബാധ്യതയാണ്. ഓരോ കുട്ടി ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത് ശുദ്ധ പ്രകൃതിയോടെ. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. അൽ ഫിത്ര എന്ന് പറയുന്ന ശുദ്ധ പ്രകൃതിൻ്റെ അടിസ്ഥാനത്തിലാണ് നല്ല കുട്ടികളായിട്ടാണ് ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുന്നത്. ഫഅബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി. ശുദ്ധ ദൈവീക പ്രകൃതിയിൽ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന നിഷ്കളങ്കനായ മക്കളെ ക്രിസ്ത്യാനിയാക്കുന്നതും ജൂതനാക്കുന്നതും ബിംബാരാധകനാക്കുന്നതും മുസ്ലിമാക്കുന്നതും രക്ഷിതാക്കളാണ്. നമ്മുടെ മക്കളെ ആരാക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. മാത്രമല്ല, വിദ്യാർത്ഥികൾ സ്കൂളിൽ ചിലവഴിക്കുന്ന മണിക്കൂറുകൾ വളരെ ചെറുതാണ്. രാവിലെ 7 മണി മുതൽ 1:30 വരെയാണ് ഖത്തറിലെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞുള്ള സമയം മുഴുവൻ ഈ കുട്ടികൾ വീട്ടിലാണ്. അതുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസം വീട്ടിൽ തുടരണം. സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുന്നത് പെരയിലെ ശല്യം തീർക്കാൻ വേണ്ടിയിട്ടാണെന്ന് കരുതുന്ന രക്ഷിതാക്കളെയാണ് ഖുതുബയിൽ രൂക്ഷമായി അദ്ദേഹം വിമർശിച്ചത്. ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ല മക്കളെ സ്കൂളിലേക്ക് അയക്കുന്നത്, അവരെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് വീട്ടിലും ശിക്ഷണം തുടരണം. അധ്യാപകൻ്റെ കൈവശം കുട്ടികൾക്ക് കിട്ടുന്നത് വളരെ കുറച്ച് സമയമുള്ളൂ. അതിൻ്റെ 3 ഇരട്ടി സമയം രക്ഷിതാക്കളുടെ കയ്യിലാണുള്ളത്. അതുകൊണ്ട് മുറു ഔലാദക്കും ബിസ്വലാത്തി ലിസബഇൻ വദരിബൂഹും അലൈഹാ ലിഅശരിൻ. നിങ്ങൾ 7 വയസ്സാകുമ്പോൾ കുട്ടികളോട് നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിച്ചെങ്കിൽ അടിക്കണം. 1.5 മണിക്കൂർ സമയത്തെ ഒരു പ്രഭാഷണത്തിന് വകുപ്പുള്ള ഹദീസാണിത്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ 7 വയസ്സാകുമ്പോൾ നമസ്കരിക്കാൻ വേണ്ടി അവരോട് കൽപ്പിക്കണം. 10 വയസ്സായി കഴിഞ്ഞാൽ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരെ അടിക്കണം.
അള്ളാഹുവുമായി മനുഷ്യൻ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തായ നമസ്കാരം. ഈ നമസ്കാര വിഷയത്തിൽ പോലും അടിക്കാൻ പ്രവാചകൻ കൽപ്പിച്ചത് 10-ാം വയസ്സിലാണ്. 10 വയസ്സിന് മുമ്പ് ഒരിക്കലും മക്കളെ അടിക്കരുത്. 10 വയസ്സിന് താഴെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ വെടി ഉണ്ടാവരുത്. ഇത് കേൾക്കുന്ന സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദേഷ്യമൊക്കെ തീർക്കല് കുട്ടികളോടാ. എന്തിനാ അമ്മ തച്ചതെന്ന് കുട്ടിക്ക് തിരിയില്ല. അടിയോടടിയാ. കുട്ടിക്കൊല്ലോ മനസ്സിലാവോ? കുട്ടികൊല്ലോ നന്നാവോ? അടിക്കരുത്. നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ പോലും മക്കളെ അടിക്കാൻ റസൂൽ അനുവാദം നൽകിയത് 10-ാം വയസ്സിലാണ്. എങ്കിൽ പിന്നെ ചോറിൻ്റെ തേറിൻ്റെ പേരിൽ അടിക്കാൻ പാടുണ്ടോ? കുപ്പായത്തിൽ ചളിയാക്കി സ്കൂളിൽ നിന്ന് പേരിൽ അടിക്കാൻ പാടുണ്ടോ? പാടില്ല. ഹറാം. 10 വയസ്സിന് മുമ്പ് കുട്ടികളെ അടിക്കുന്നത് ഹറാം. അതുകൊണ്ട് മുറു ഔലാദക്കും ബിസ്സലാത്തി ലിസബഇൻ, 7 വയസ്സാകുമ്പോൾ കുട്ടികളോട് നമസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കണം. 10 വയസ്സായിട്ട് അവർ നമസ്കരിക്കുന്നില്ലെങ്കിൽ അവർ അത് പഠിപ്പിക്കാൻ വേണ്ടി, അതബിന് വേണ്ടി നിങ്ങൾ അടിക്കണം എന്ന് പ്രവാചകൻ തിരുമേനി പഠിപ്പിച്ചു. സ്വന്തം മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന സമ്പത്ത് സ്വതക്കയാണ്, പുണ്യകർമ്മമാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ഇദാ അൻഫഖ അർറജുലു അലാ അഹ്ലിഹി നഫഖതൻ യഹ്തസിബുഹാ ഫഹിയ ലഹു സ്വദഖ. നമ്മുടെ മക്കളുടെ പരിപാലനത്തിന് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർക്ക് നമ്മൾ ചെലവഴിക്കുന്ന പൈസ, സമ്പത്ത് എന്ന് പറയുന്നത് സ്വതക്കയാണ്, പുണ്യകർമ്മമാണ് എന്ന് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അറിവ് ആത്മാവിൻ്റെ ഭക്ഷണമാണ്. അറിവ് ആത്മാവിൻ്റെ ഭക്ഷണമാണ്. ശരീരത്തിന് ഭക്ഷണം കൊടുക്കുന്ന പോലെ ആത്മാവിന് ഭക്ഷണം കൊടുക്കണം. 3 സമയം നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ടല്ലോ ശരീരത്തിന്. 3 പണ്ടാ. ഇപ്പോൾ 6-7 നേരമൊക്കെ എല്ലാവരും ഭക്ഷണം. ആത്മാവിന് നമ്മൾ ഭക്ഷണം കൊടുക്കാറുണ്ട്. ആത്മാവിന് വിശപ്പില്ലേ? നമ്മൾ ഓരോരുത്തരും, ഈ നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരും അല്ല കേട്ടോ, നമ്മൾ ഓരോരുത്തരും, ഈ ഇരിക്കുന്ന നിങ്ങളല്ല നിങ്ങൾ, ഈ നിൽക്കുന്ന ഞാനല്ല ഞാൻ. നമുക്കുള്ളിലുള്ള എന്തോ ഒന്നുണ്ട്, അതാണ് നാം. യഖാദിമൽ ജിസ്മി കം തസ്ആലി ഖിദ്മതിഹി അത്തുലുബുർ റിബഹ മിമ്മാ ഫീഹി ഖുസ്റാനു അഖ്ബിൽ അലൻ നഫ്സി വസ്തക്മിൽ ഫളായിലഹ വഅൻത ബിന്നഫ്സി ലാ ബിൽ ജിസ്മി ഇൻസാനു. യാ ഖാദിമൽ ജിസ്മി, ശരീരത്തിന് ഖിദ്മത്ത് ചെയ്ത് അതിനങ്ങനെ കുളിപ്പിച്ച് ഫെയറാലോലിയൊക്കെ പൂശി, പിന്നെ ഹമദൽ മഹരിബിയൊക്കെ ഇങ്ങനെ പൂശി, എന്നിട്ടിങ്ങനെ മിനിപ്പിച്ച് മണപ്പിച്ച് നടപ്പിക്കുക നമ്മൾ. യഹാദിമൽ ജിസ്മി, ശരീരത്തിന് കണ്ടമാനം സർവീസ് ചെയ്തിട്ട് ഇങ്ങനെ പോറ്റിക്കൊണ്ടിടക്കണ മനുഷ്യ. കം തസ്ആലി ഖിദ്മതി, എത്ര പൈസയാണ് കോസ്മെറ്റിക് വാങ്ങാൻ വേണ്ടി നമ്മൾ ചിലവഴിക്കുന്നത്? എത്ര കാശാണ് അതിന് വേണ്ടി ചിലവഴിക്കുന്നത്? നീ ചിലവഴിക്കുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടല്ലോ ഈ കോസ്മെറ്റിക്കിന് വേണ്ടിയിട്ട്, ഇതൊരു നഷ്ടക്കച്ചവടമാണ്. ഈ കോസ്മെറ്റിക് കൊണ്ടൊന്നും പരിഹരിക്കാത്ത, ഈ പോളിഷൊന്നും പരിഹരിക്കാത്ത അവസ്ഥയിലേക്ക് ഈ തടി എത്തും ഒരു കാലത്ത്. അവിടെ നിങ്ങൾ തോൽക്കും. നിങ്ങളുടെ കോസ്മെറ്റിക്കും പോളിഷും ഒക്കെ അവിടെ അവസാനിക്കും. അങ്ങനെയുള്ളൊരു സാധനത്തെയാണോ അങ്ങനെ പോറ്റിക്കൊണ്ടിരിക്കുന്നത്? അഖബിൽ അലൻ നഫ്സി, അത് നീ തേക്കാതിരിക്കുകയോ ചെയ്തു. പക്ഷെ നീ മുന്നോട്ട് വന്ന് പരിപാലിക്കേണ്ടതിൻ്റെ നഫ്സുണ്ട്, നിന്നുള്ളിലെ നീ. ആ നീയെ നന്നാക്കിയെടുക്കാൻ നീ മുന്നോട്ട് വരണം. ഫസ്തക്മിൽ ഫളായിലഹ, നിന്നിലെ നീയാകുന്ന നിന്റെ വ്യക്തിത്വം ഉണ്ടല്ലോ. ഫഹാദിഹി ഹഖീഖത്തുൽ ഇൻസാനി ഹൈസു ലഹ ഉന്മൂദജുൻ റബ്ബാനി. നമുക്കുള്ളിൽ അള്ളാഹു വെച്ചിരിക്കുന്ന ദൈവികമായ ആത്മാവുണ്ട്, അതാണ് നമ്മൾ. അതിന് കഴിഞ്ഞുകൂടാനുള്ള ഒരു കൂട് മാത്രമാണ് ഈ ശരീരം. ഈ കൂട് ഉപേക്ഷിച്ച് ഈ പക്ഷി ഒരിക്കൽ പാറിപ്പോവും, അതിനാണ് മരണം എന്ന് പറയാം. അങ്ങനെ നമുക്കുള്ളിലെ നാം പറന്നുപോയാൽ നമ്മൾ മയ്യത്താണ്, ശവമാണ്. നമ്മുടെ വീട്ടിൽ നമ്മെ സന്ദർശിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ അബൂബക്കർ ഖാൻ എവിടെ കിടത്തിയെന്ന്, ഫാത്തിമ കുട്ടിയെ എവിടെ കിടത്തിയെന്നല്ല ചോദിക്കാം, മയ്യത്ത് എവിടെ കിടക്കുന്ന ചോദിക്കുള്ളൂ. അവിടെ കിടക്കുന്ന അബൂബക്കർക്കല്ല ഫാത്തിമ കുട്ടിയല്ല, അത് രണ്ടും പോയി. കിടക്കുന്ന മയ്യത്താ. ഇത് മയ്യത്താണ് ഇരിക്കുന്നത് മുഴുവൻ. ഇതിൻ്റെ ഉള്ളിലുണ്ട് നാം, അതിനെ നമ്മൾ അവഗണിക്കരുത്, അതിനെ പരിഗണിക്കണം. അതിനുള്ള ഭക്ഷണമാകുന്നു ഇൽമ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഉസ്താദിനോട് പരാതി പറഞ്ഞു, എത്ര വായിച്ചിട്ടും എത്ര പഠിച്ചിട്ടും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ശക്കൗതു ഇലാ വകീഇൻ സൂഅ ഹിഫ്ളി ഫഅർഷദനി ഇലാ തർക്കിൽ മആസി ഫഇന്നൽ ഇൽമ നൂറുല്ലാഹി ഹഖ്ഖ വനൂറുല്ലാഹി ലാ യുഅതാ ലിആസി. ഇമാം വക്കീഇനോട് ഞാൻ പരാതി പറഞ്ഞു, ഉസ്താദ് എത്ര പഠിച്ചിട്ടും ഓർമ്മയിൽ നിൽക്കുന്നില്ല, മെമ്മറി നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇമാം വക്കീൽ അദ്ദേഹത്തോട് പറഞ്ഞു, ഫർഷദനി ഇലാ തർക്കിൽ മആസി, അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചാലേ പഠിച്ചാൽ ഓർമ്മയിൽ നിൽക്കുള്ളൂ. ഫൈനൽ ഇൽമ നൂറുല്ലാഹി ഹഖ്ഖുൻ, ഇൽമെന്ന് പറയുന്നത് ദിവ്യപ്രകാശമാണ്. നൂറുല്ലാഹി ലാ യുഅതാ ലിആസി, അക്രമിക്ക്, ദൈവനിഷേധിക്ക്, ദൈവധിക്കാരിക്ക് ആ പ്രകാശം അള്ളാഹു പകർന്നു നൽകുകയില്ല എന്ന്. അറിവ് നേടണമെങ്കിൽ നല്ല മനസ്സുണ്ടാവണം, ഹൃദയവിശുദ്ധി ഉണ്ടാവണം, പടച്ചവനോട് അടുപ്പമുണ്ടാവണം. അതുകൊണ്ട് നമ്മുടെ മക്കളെ അത്തരത്തിലുള്ള ആളുകളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അവർ ആത്മാവിനുള്ള ഭക്ഷണം, ദീനി വിദ്യാഭ്യാസം കൂടി കൂട്ടത്തിൽ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അറിവ് നേടണമെങ്കിൽ 6 കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് പഠിക്കണോ?
വിദ്യാഭ്യാസം നടണോ? 6 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അഖീലൻ തനാലൽ ഇൽമ ഇല്ലാ ബിസിത്തത്തിൻ സഉൻബിക അൻ തഫ്സീലിഹാ ബിബയാനി ദകാഉൻ വഹിർസുൻ വസ്തിബാറുൻ വബുൽഗതു വഇർഷാദു ഉസ്താദിൻ വതൂലു സമാനി. 6 കാര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഒരാൾക്ക് വിജ്ഞാനം നേടാൻ പറ്റൂ. ഇമാം ഷാഫിയുടെ ദീവാനിലുള്ളതാണ്. ദക്കാ, അത്യാവശ്യം ബുദ്ധി വേണം. മന്ദബുദ്ധിയായിട്ട് പോയിട്ട് PhD എടുക്കാൻ വിചാരിച്ചാൽ നടക്കില്ല. നമുക്കൊക്കെ അത്യാവശ്യം എല്ലാവർക്കും ഉള്ള ബുദ്ധി ഒന്നുണ്ട്. ദക്കാ. വഹിർസ്, അറിവിനോട് ഇൽമിനോടുള്ള ഒരു തരം അലച്ച, അടങ്ങാത്ത അഭിനിവേശം, ക്രേസ്, പിരാന്ത്, ഇത് ഉള്ള ആൾക്കേ പഠിക്കാൻ പറ്റൂ. ഇജ്തിഹാദ്, നന്നായി പണിയെടുക്കണം. അങ്ങനെ വെറുതെ കുത്തിരുന്നാലൊന്നും പഠിക്കാൻ പറ്റില്ല, അറിവ് നേടാൻ കഴിയില്ല. നല്ലോണം അധ്വാനിക്കണം. വബുല്ലാത്ത്, അത്യാവശ്യ ഭക്ഷണം ഫുൾ ടൈം കടിച്ചാൽ പഠിക്കാൻ പറ്റില്ല. പിന്നെ വർക്ക് ചെയ്യുക വയറാണ്, തലയല്ല. അതുകൊണ്ട് അത്യാവശ്യ ഭക്ഷണം. സുഹബത്ത് ഉസ്താദിൻ, ഒരു ഗൈഡ്, ഒരു അധ്യാപകൻ്റെ സഹവാസം. തൂലു സമാൻ, ഒരുപാട് കാലം. ഈ 6 കാര്യങ്ങൾ ഉണ്ടായാലാണ് ഒരാൾക്ക് വിജ്ഞാനം നേടാൻ സാധിക്കുക. ഇമാം ഷൗക്കിയുടെ, മഹാനായ കവി ഷൗക്കിയുടെ ഷൗക്കിയാത്തിൽ പറയുന്നുണ്ട്, അധ്യാപകരെ, നിങ്ങൾ അമ്പിയാക്കളുടെ സ്ഥാനത്താണ്. അധ്യാപകരായ ആളുകൾ മനസ്സിലാക്കണം, നിങ്ങളുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഡിവൈനാണ്, ദിവ്യമാണ്. പ്രവാചകന്മാരും സൂഫിയരന്മാരും മുൻഗാമികളുമൊക്കെ നിന്ന വഴിയിലാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത്. ഖുംലിൽ മുഅല്ലിമി വഫിഹി തബ്ജീല ഖാദൽ മുഅല്ലിമു യകൂന റസൂല. അധ്യാപകരെ, നിങ്ങളെ കാണുമ്പോൾ കുട്ടികൾ എഴുന്നേൽക്കുന്നത് നിങ്ങൾ പ്രവാചകനെ പോലെ ബഹുമാനിക്കപ്പെടേണ്ട ആളാണ് എന്നതുകൊണ്ടാണ്. വിദ്യാർത്ഥികളെ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ക്ലാസ് റൂമിലേക്ക് വരുന്ന ടീച്ചർ പ്രവാചകന്റെ സ്ഥാനത്ത് നിങ്ങളെ പഠിപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് അവരെ ബഹുമാനിക്കണം. കുരുത്തം വേണം. അങ്ങനെ നമ്മൾ പറയും, കുരുത്തം. ഗുരുക്കന്മാരെ ആദരിക്കല. ഗുരു എന്ന് പറഞ്ഞാൽ ഇരുട്ടു നീക്കുന്നവെന്ന. മനുഷ്യന്റെ മനസ്സിലെ അറിവില്ലായ്മയാവുന്ന അന്ധകാരത്തെ വകഞ്ഞു മാറ്റി ഇൽമാകുന്ന പ്രകാശം പരത്തുന്ന ഗുരു, അതാണ് മുഅല്ലിം, അതാണ് അധ്യാപകൻ, അതാണ് ടീച്ചർ. അധ്യാപകനെ സംബന്ധിച്ചൊരു കാലത്തെ കൺസെപ്റ്റ് എന്തായിരുന്നു? ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ്. അധ്യാപകൻ എന്ന് പറഞ്ഞാൽ നല്ല ഒരു സുഹൃത്തായിരിക്കണം, അദ്ദേഹം നല്ല ഒരു ഫിലോസഫർ ആയിരിക്കണം, അറിവുള്ള ആളായിരിക്കണം, അദ്ദേഹം ഒരു ജീവിതത്തിലെ വഴികാട്ടി കൂടിയായിരിക്കണം. ഈ കാഴ്ചപ്പാട് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ലോകത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു. ഇപ്പം അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ടീച്ചർ ഈസ് എ ഫെസിലിറ്റേറ്റർ, അറിവിൻ്റെ കൂട്ടിക്കൊടുപ്പുകാരൻ, മാമാപ്പണി എടുക്കുന്ന ആൾ. അതാണ് ഇപ്പോഴത്തെ പുതിയ കൺസെപ്റ്റ് അനുസരിച്ച് അധ്യാപകൻ. യാതൊരു ബന്ധവുമില്ല കുട്ടികളുമായിട്ട്. കുട്ടികളുടെ ജീവിതമായി, കുട്ടികൾക്ക് റോൾ മോഡലാവുന്ന വിഷയത്തിൽ ഒന്നും അധ്യാപകൻ ഒരു ഉത്തരവാദിത്തമില്ല. ഫെസിലിറ്റേറ്റർ, ക്ലാസ് റൂമിൽ സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കുക, സ്മാർട്ട് ബോർഡ് ഓണാക്കി കൊടുക്കുക, അതിന് പിക്ചറും വീഡിയോ കാണിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒരു ജന്തു. ഇങ്ങനെയല്ല അധ്യാപക സങ്കല്പം. അധ്യാപകൻ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ റോൾ മോഡലായിരിക്കണം. ഈ മാഷെ പോലെ ആവണം ഞാൻ എന്ന് ഓരോ കുട്ടിയും കൊതുക്കുന്ന വ്യക്തിത്വമായി അധ്യാപകർ മാറേണ്ടതുണ്ട്. വിദ്യാർത്ഥികളോടും ചില കാര്യങ്ങൾ പറയാനുണ്ട്. വിദ്യാർത്ഥികൾ നല്ലവണ്ണം പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. പഠനം നിങ്ങളെയും അള്ളാഹുമായും തമ്മിൽ കണക്ട് ചെയ്യുന്ന കണക്ടറാ എന്ന് മനസ്സിലായിക്കൊണ്ട് പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നല്ല സുഹൃത്തുക്കളെ നിങ്ങൾ ക്ലാസ് റൂമിൽ, നല്ല ക്ലാസ്മേറ്റുകളെ സുഹൃത്തുക്കളായി നിങ്ങൾ കണ്ടെത്തണം. അൽമർഉ മഅൻ അഹബ്ബ. ആരെയാണോ നിങ്ങൾ സുഹൃത്തുക്കളാക്കിയിരിക്കുന്നത് അവരുടെ കൂടെ ആയിരിക്കും നിങ്ങൾ പരലോകത്തുണ്ടാവുക. നിങ്ങളുടെ ക്ലാസ്മേറ്റ്, നിങ്ങളുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്, നിങ്ങളുടെ ക്ലാസ് റൂമിലെ സുഹൃത്ത്, അവൻ നരകത്തിലേക്കാണെങ്കിൽ നിങ്ങൾ അവൻ്റെ കൂടെ നരകത്തിൽ പോകേണ്ടി വരും. നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണോ? അതിനുപകരിക്കുന്ന ഒരു ക്ലാസ്മേറ്റിനെ കണ്ടെത്തി നിങ്ങൾ ആത്മസുഹൃത്താക്കി മാറ്റണം. അനിൽ മർഇ ലാ തസ്അൽ വസൽ അൻ ഖരീനിഹി വകുല്ലു ഖരീനിൽ മുഖാറന യുക്തദി. നിങ്ങൾ ഒരാളെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ അയാളെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കേണ്ട, അയാളുടെ കൂട്ടുകാരൊക്കെയാണ് അന്വേഷിച്ചാൽ മതി. അപ്പോൾ ഇവനെക്കുറിച്ച് മനസ്സിലാവും. മകൾക്ക് പുതിയാപ്പിളിനെ തരണമെങ്കിലേ മരുവനെക്കുറിച്ചല്ല അന്വേഷിക്കേണ്ട, അവൻ്റെ കൂട്ടുകാരനെ കുറിച്ച് അന്വേഷിക്കണം. മിനിമം ഫേസ്ബുക്കിൽ അവൻ്റെ ഫ്രണ്ടൊക്കെ നോക്കിയാൽ മതി, എന്നാൽ തന്നെ തിരിയും ആളുകളെക്കുറിച്ച്. അത്രമാത്രം മനുഷ്യനെ സ്വാധീനിക്കുന്നതാണ് കൂട്ടുകാർ. അതുകൊണ്ട് വിദ്യാർത്ഥികളെ, അതുപോലെ തന്നെ അധ്യാപകർ, രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അയ്യുൽ അഹിബ്ബ തദൂറു നഷ്അത്തു സ്വാലിഹ ബൈന സലാസ്. 3 ഇടങ്ങളിലാണ് നമ്മുടെ മക്കൾ നല്ല സാലിഹ്യങ്ങളായിട്ട് വളരുക. അൽ ബൈത്തു വൽ മസ്ജിദു വൽ മദർസ. വീടും പള്ളിയും പള്ളിക്കൂടവും ചേർന്നതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്ന പ്രക്രിയയുടെ തലങ്ങൾ എന്ന് പറയുന്നത്. പള്ളി വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രമാണ്. നമ്മുടെ മക്കളെ നമ്മൾ പള്ളിയിലേക്ക് അയക്കണം, നമസ്കാര ശീലമാക്കണം, ജമാഅത്തിന് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം, ആ ശീലം അവരിൽ വളർത്തണം. അതുപോലെ തന്നെ വീട്ടിൽ അൽ ഉമ്മു മദ്രസത്തുൻ. ഉമ്മ ഒരു മദ്രസയാണ്, ഉപ്പ ഒരു മദ്രസയാണ്. ഉമ്മയുടെയും ഉപ്പയുടെയും ജീവിതം നോക്കിയിട്ട് ആ കുട്ടി പഠിക്കുക. ലാ തക്ദീബ്, നിങ്ങൾ നുണ പറയരുത് എന്ന് മദ്രസയിൽ നിന്ന് ഉസ്താദ് പഠിപ്പിക്കും. വീട്ടിലെത്തിയാലും ഉമ്മ ഉപ്പാനോട് നുണ പറയുന്ന ആ കുട്ടി കാണുന്നത് എങ്ങനെ ഉണ്ടാവും? അവിടെ പഠിപ്പിക്കുന്ന നേരെ എതിരാ വീട്ടിൽ. നുണ പറയാതിരിക്കുക എന്നത് വീട്ടിൽ കാണുമ്പോഴല്ലേ റസൂൽ പറഞ്ഞ ഹദീസ് പ്രാവർത്തികമാക്കാൻ കുട്ടിക്ക് സാധിക്കൂ. അതുകൊണ്ട് വീടും പള്ളിയും പള്ളിക്കടവും ചേർന്നിട്ടുള്ള ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഓരോ വിദ്യാർത്ഥിയോടും പറയാനുള്ളത്, നിങ്ങൾ അധ്യാപകർക്ക് ഇഷ്ടപ്പെട്ട ഗുരുത്വമുള്ള കുട്ടികളായി മാറണമെന്നാണ്.
അധ്യാപകർക്ക് ഡിസ്റ്റർബ് ഉണ്ടാക്കുന്ന, എങ്ങനെയെങ്കിലും മാഷ ക്ലാസ്സിൽ വന്ന അയാളെ ക്ലാസ് മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ ഇടങ്ങറാക്കുന്ന വിദ്യാർത്ഥികളായി നിങ്ങൾ മാറാൻ പാടില്ല. കാരണം അതൊരു വലിയ സംവിധാനത്തെ നിങ്ങൾ തകർക്കലായി തീരും. ആ നിലക്ക് വിദ്യാഭ്യാസത്തെ അതിൻ്റെ പ്രാധാന്യത്തോടുകൂടി ഗൗരവത്തോടുകൂടി മനസ്സിലാക്കി അതിന് ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾ നല്ലവണ്ണം പഠിക്കണം. അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ രക്ഷിതാക്കൾ ഒരുക്കി കൊടുക്കണം. അധ്യാപകർ അവരെ നല്ലവണ്ണം പഠിപ്പിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവ് നേടാൻ വേണ്ടി കലാലയങ്ങളിലേക്ക് പോകുന്ന നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നല്ലവണ്ണം പഠിക്കാനും ഉയരാനും നല്ല മക്കളായി തീരാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അധ്യാപകർക്ക് നമ്മുടെ മക്കളെ നല്ല നിലയ്ക്ക് ശിക്ഷണം നൽകി നല്ല മക്കളാക്കി, നമ്മുടെ സ്വപ്നത്തിലെ നല്ല മക്കളാക്കി വളർത്തുവാൻ അധ്യാപകരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി അനുഗ്രഹിക്കട്ടെ. പൈശാചികമായ എല്ലാ തരത്തിലുള്ള പ്രലോഭനങ്ങളും നമ്മുടെ മക്കളെ, നമ്മുടെ സന്താനങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. തഖ്വയും ഈമാനും ഇഹ്സാനുമുള്ള നല്ല കൺകുളിർമയായ മക്കളാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ ഇഹത്തിലും പരത്തിലും ഗുണമുള്ളവരാക്കി തീർക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ومنزل البركات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. اللهم أعز الغزة بعزتك يا عزيز. اللهم أكرمهم بكرامتك يا كريم. اللهم ارزقهم برزقك يا رزاق. اللهم ارحم موتاهم يا رب العالمين. اللهم اشف مرضاهم يا رب العالمين. اللهم عليك باليهود المجرمين. اللهم عليك بهم فإنهم لا يعجزونك. اللهم حرر المسجد الأقصى من اليهود المعتدين. اللهم وفقنا للصلاة في مسجد الأقصى قبل الممات يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اغفر لنا ذنوبنا ولوالدينا ولوالد والدينا رب ارحمهم كما ربونا صغارا. اللهم إنك تعلم ذنوبنا فاغفرها يا غافر المذنبين. اللهم إنك تعلم أمراضنا فاشفها يا شافي الأمراض. اللهم إنك تعلم حاجاتنا فاقضها يا قاضي الحاجات. اللهم لا تدع لنا ذنبا إلا غفرت ولا دينا إلا قضيت ولا كربة إلا نفست ولا مريضا إلا شفيت ولا ميتا إلا رحمت ولا ولدا إلا أصلحت ولا مرادا إلا حصلت ولا مجاهدا إلا نصرت ولا مهاجرا إلا آويت ولا مترددا إلا ثبت ولا حاجة من حوائج الدنيا والآخرة إلا قضيتها يا رب العالمين. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا حولنا شقيا ولا مطرودا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله.